എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രണവ് പ്രവീൺ അൺമാസ്കിംഗ് വീഡിയോ വന്നതിന് ശേഷം മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് നടക്കുന്നത്. സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം സൈബർ അറ്റാക്ക് ചെയ്യുന്നവരെ അങ്ങോട്ട് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം സൈബർ അറ്റാക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതായത് അവരവരുടെ ആശയം പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ അത് ഈ ഒരു വ്യക്തിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ സൈബർ ബുള്ളിങ് എന്ന് പറയാം. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് ഞാനൊരു കാര്യം ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇപ്പോൾ പ്രവീൺ പ്രണവ് അവരുടെ മെയിൻ ചാനലിൽ ഉണ്ടായിരുന്ന അൺമാസ്കിംഗ് വീഡിയോ ഒക്കെ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൃദുലയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു പ്രവീണിൻ്റെയും. ഹ്യൂജ് ആയിട്ടുള്ള സൈബർ ബുള്ളിങ് മൂലം ആ ഒരു അൺമാസ്കിംഗ് വീഡിയോ അവർ പ്രൈവറ്റ് ആക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം പ്രണവ് കൊച്ചു അദ്ദേഹത്തിൻ്റെ ചാനലിൽ ലോങ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രം. അപ്പം നമുക്കിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അവരുടെ വഴക്കൊക്കെ മാറി പഴയ രീതിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളൊരു പോസിറ്റീവ് തോട്ടിലും നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നുമല്ല, ഈ പെൺകുട്ടിക്ക് നേരെയുള്ളൊരു സൈബർ ബുള്ളിങ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും പറയാം, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ പിന്നിൽ പല ആളുകളുടെയും ചിന്താഗതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ചിന്താഗതിയെ ഒരിക്കലും നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഒരു നാട്ടു നടപ്പ് അല്ലെങ്കിൽ കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വിട്ടാൽ ആ കെട്ടിക്കയറുന്ന വീട്ടിൽ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും കുറച്ച് നാളുകൾ. എനിക്ക് തോന്നുന്നു ചില ജീവിതകാലം മുഴുവൻ ആക്സെപ്റ്റൻസ് ഒന്നും കിട്ടാത്ത എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയാമോ നമ്മുടെ നാട്ടിൽ. അപ്പം അതൊന്നും വലിയ കുറ്റമൊന്നുമല്ല. അതൊക്കെയാണോ ഇത്ര വലിയ കുറ്റമായിട്ട് പറയുന്നത് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കെട്ടിക്കയറി വരുന്ന വീട്ടിൽ അക്സെപ്റ്റൻസ് ഇച്ചിരി കുറവായിരിക്കും, അതുകൊണ്ട് നീ ഒന്ന് ഒതുങ്ങണമായിരുന്നല്ലോ, അത് നീ മനസ്സിലാക്കണമായിരുന്നല്ലോ എന്ന് ആർക്കും ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. കാര്യം മറ്റൊന്നുമല്ല, വിവാഹത്തിന് മുന്നേ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പ്രണവ് പ്രവീൺ ഇവരുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഈ സഹോദരൻ, വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ, ഈ 4 പേരും ഈ പെൺകുട്ടിക്ക് കൊടുത്തിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അത് നിങ്ങൾ ആരും കണ്ടില്ല എന്നൊന്നും പറയത്തില്ലല്ലോ. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കല്യാണത്തിന് മുന്നേ ആ വീട്ടിലെ ഒരു വ്യക്തി, ആ വീട്ടിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ ചേർത്ത് നിർത്തി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ വീഡിയോ കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നും 2 ആൺകുട്ടികൾക്ക് ഒരു അനിയത്തിക്കുട്ടിയാണ് എന്ന്. അത്രത്തോളം ആ പെൺകുട്ടിയെ ആക്സെപ്റ്റ് ചെയ്തായിരുന്നു അവർ കൊണ്ടു നടന്നിരുന്നത്. ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. പ്രണവ് പ്രവീണിന്റെ അമ്മ ഈ പെൺകുട്ടിയെ അത്രത്തോളം ചേർത്ത് നിർത്തിയിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള പല വീഡിയോയിലും ഈ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് ഇവളെ മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. എന്ത് ഡിസ്കഷൻസ് ഉണ്ടായാലും ഇവളെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. അവളോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് വിവാഹത്തിന് മുന്നുള്ള വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ വിവാഹത്തിന് മുന്നേ ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ സകല സ്വാതന്ത്ര്യവും കൊടുത്ത് ആ വീട്ടിൽ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ചേർത്ത് നിർത്തി എന്തിനും ഏതിനും ഈ പെൺകുട്ടി വേണം എന്നുള്ള രീതിയിൽ അവളോട് കാണിച്ചതിന് ശേഷം വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് വിവാഹിതയായി ഇവൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ആ അമ്മ ചരിത്രങ്ങൾ തിരുത്താൻ തുടങ്ങി. അതായത് ഇത് നിയമസംഹിതകളൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ തുടങ്ങി. അത് ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അതായത് വിവാഹത്തിന് മുന്നേ എടുത്തു പൊക്കിക്കൂടി നടക്കായിരുന്നല്ലോ, ആ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയായിരുന്നല്ലോ. വിവാഹം കഴിഞ്ഞപ്പോൾ ആ അമ്മ പറയുന്നു, നീ കെട്ടിക്കയറി വന്ന പെണ്ണല്ലേ, അതിനനുസരിച്ച് നീ ഇച്ചിരി ഗ്യാപ്പിട്ടങ്ങ് നിന്നാൽ മതി, ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ഇപ്പൊ കേൾക്കണം എന്നില്ലല്ലോ എന്നൊക്കെ ഇവളോട് പറഞ്ഞപ്പോഴും, ഇവളോട് ആ ഒരു ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഇവളെ ഒഴിച്ചു മാറ്റി നിർത്തൽ ഇവൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പ്രവർത്തിച്ചപ്പോഴും ഇവൾക്ക് വേദനിക്കാതെ ഇരിക്കുവോ? ഒന്നുകിൽ അവർ നേരത്തെ പറയണമായിരുന്നു, ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെയാണ്, വിവാഹത്തിന് മുന്നേ ഞങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും മോളായിട്ട്, വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ മരുമകളായിട്ട് തന്നെ കാണത്തുള്ളൂ എന്നുള്ള കാര്യം ഈ പെൺകുട്ടി ഒരിക്കലെങ്കിലും ചിന്തിക്കുമോ? നമ്മളാണെങ്കിൽ ചിന്തിക്കുമോ? അപ്പം ഇവളെ സംബന്ധിച്ച് ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരൊക്കെ, അതായത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല പോലും, അവർ സംസാരിക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഇവളെ വിളിച്ചിരുത്തണം എന്നാണോ പറയുന്നത്? ഇവളെ ഒന്ന് മാറിയിരുന്നാൽ എന്താ? അതെന്താ എല്ലാ പെൺകുട്ടികൾക്കും അറിയുന്ന കാര്യമല്ലേ. ആക്സെപ്റ്റൻസ് കുറച്ച് കുറയും എന്നുള്ള കാര്യം. അപ്പോൾ അതുവരെ കാത്തിരിക്കണമായിരുന്നു എന്ന് മൃദുലയോട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് റീസൺ. കല്യാണത്തിന് മുമ്പ്
സ്വന്തം കുട്ടിയെ പോലെ കൊണ്ടു നടന്നതിന് ശേഷം കല്യാണത്തിന് ശേഷം നീ കെട്ടിക്കയറി വന്നവളല്ലേ, നീ കാരണമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, നിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് എന്ന് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം, അവരുടെ അൺമാസ്കിംഗ് വീഡിയോ ആണ് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം. അത് വന്നപ്പോൾ അവൾക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം അവൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അടിപിടി നടക്കുമ്പോൾ ഇവൾ എന്തിനാണ് ഇടയ്ക്ക് കയറിയത്? ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം ഇവൾ മറന്നിരുന്നോ? 9 മാസം ഗർഭിണിയാന്നുള്ള കാര്യം ഇവൾ മറന്നിരുന്നോ? സത്യം പറഞ്ഞ 9 മാസം ഗർഭിണിയാന്നുള്ള കാര്യം 1-ാം മാസം മുതൽ 9-ാം മാസം വരെ ഏതെങ്കിലും ഒരു ഗർഭിണികൾ മറക്കുമോ? അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൻ്റെ ഇടയിലും അവരുടെ ചിന്ത അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരും മറന്നിട്ട് അങ്ങനെ ചെയ്യത്തില്ല. സ്വന്തം ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇടയ്ക്ക് കയറി. അല്ലാതെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർ തന്നെ പറയും, നാടകം കാണുന്ന പോലെ നീ നോക്കുന്നുണ്ടായിരുന്നല്ലോ, അടിച്ചെങ്കിൽ എന്താ, നിനക്ക് വന്ന് തടയണമായിരുന്നു എന്നുള്ള ചർച്ചകളും ഉണ്ടാവും. ഇതൊന്നുമല്ല ഇതിൻ്റെ സത്യം. ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള മനസ്ഥിതിയൊന്നും ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല. അപ്പം ഇത് മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവൾക്കെതിരെയുള്ള സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രണവ് കൊച്ചു അച്ഛനും അമ്മയുമായിട്ട് വന്നിരുന്ന എക്സ്പ്ലനേഷൻ വീഡിയോയിലാണെങ്കിലും, ഇപ്പോൾ പ്രവീൺ മൃദുല ഇവരുടെ അൺമാസ്കിംഗ് വീഡിയോയിലാണെങ്കിലും, ഈ ഒരു പ്രശ്നത്തിൻ്റെ മൂല കാരണം, അതായത് സോഴ്സ് എന്താണെന്ന് ഈ രണ്ട് കൂട്ടരും വളരെ വിദഗ്ധമായിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മൂല കാരണം എന്തെന്ന് പറയാതെ നടുക്കുള്ള കാരണം, അതായത് മധ്യഭാഗത്തുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളോടൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്താണ്? ഇവരുടെ അൺമാസ്കിംഗ് വീഡിയോ കാണുമ്പോഴാണെങ്കിലും പ്രണവ് കൊച്ചുവിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇതിൻ്റെയൊക്കെ കാരണം എന്താ? അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആ ഒരു കാരണം പുറത്തായി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അത് പ്രവീണിനാണെങ്കിലും മൃദുലയ്ക്കാണെങ്കിലും, ആ അക്സെപ്റ്റൻസ് നേരെ ഓപ്പോസിറ്റ് ഒരു റിയാക്ഷനിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികമാണ്. അതുപോലെ തന്നെ പ്രണവ് കൊച്ചുവിനുള്ള ഈ ഒരു ഇഷ്ടക്കേടുണ്ടല്ലോ, വളരെ ഇഷ്ടക്കേടുള്ളൊരു കഥാപാത്രമായിട്ടാണ് ഇപ്പോൾ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും കാണുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് ആകാനുള്ള ചാൻസുമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ ഇതിൻ്റെ ഒരു മൂല കാരണം, സോഴ്സ് ഓഫ് റീസൺ ഇവർ വളരെ വിദഗ്ധമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു റീസൺ പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതല്ലെങ്കിൽ ഇത് പ്രവീണിനെയും മൃദുലയും ബാധിക്കും. അതറിഞ്ഞുകൊണ്ട് പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ആള് സൈലന്റ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. വ്യക്തമായൊരു റീസൺ ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ റീസൺ പുറത്തറിഞ്ഞാൽ ഇപ്പോൾ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഈ കൂട്ടരെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള എന്തൊക്കെയോ റീസൺ ഉണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ. എൻ്റെ തോന്നലാണ്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു അൺമാസ്കിംഗ് വീഡിയോയിൽ ഇവർ ആ തലേ ദിവസം രാത്രി അടിയും ഇടിയുമൊക്കെ ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം ഇവർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട്, മൃദുലയും പ്രവീണും. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയതിനു ശേഷം അവർ കുറേ സമയം വെയിറ്റ് ചെയ്യാണ്, അതായത് കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം പ്രവീൺ അതിന് പറയുന്നത് അച്ഛനമ്മ എന്നൊരു കൺസേൺ, ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തോന്നൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഒരു അൺമാസ്കിംഗ് വീഡിയോയോ അതിലൂടെ തെളിവുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വിടുകയോ ചെയ്യത്തില്ല. അപ്പോൾ അച്ഛനമ്മ എന്ന് പറയുന്ന ഒരു കൺസേൺ എപ്പോഴും ഉള്ളതായിരിക്കും അല്ലേ, ഒരുപോലെ ആയിരിക്കും. പക്ഷേ എന്തിനോ ഒന്ന് ഭയക്കുന്നത് പോലെ അങ്ങനെ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സ് ഓഫ് റീസൺ, ഈ റീസണിൻ്റെ മൂല കാരണം പറയേണ്ടി വരുമല്ലോ, അവരറിയുമല്ലോ. അങ്ങനെ ഒരു ഭയം കൊണ്ട് കേസ് കൊടുക്കാതെ ഇരുന്നതാണോ എന്നൊക്കെ എനിക്ക് ചില സംശയങ്ങൾ ഇങ്ങനെ തോന്നി കേട്ടോ അവരുടെ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രശ്നങ്ങൾ രണ്ടു കൂട്ടരും വീഡിയോ, എക്സ്പ്ലനേഷൻ വീഡിയോ, അൺമാസ്കിംഗ് വീഡിയോ ആയിട്ട് ഇടുമ്പോഴും നമ്മളെല്ലാം ശരിക്കും പൊട്ടന്മാരാവുകയാണ്. കാരണം ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എന്താണെന്ന് ഇവരാരും പറയുന്നില്ല. വളരെ വിദഗ്ധമായിട്ടാണ് ഇവർ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിലും അന്ന് രാത്രി അടി ഉണ്ടായി. ആ അടി ഉണ്ടാവാനുള്ള റീസൺ എന്താ? ഇപ്പോൾ കാഴ്ചക്കാർ ആരാണെങ്കിലും നമുക്കൊരു ചിന്തയുണ്ടാവില്ല, ഇതിൻ്റെ റീസൺ എന്തുവാടേ, അതൊന്ന് പറഞ്ഞാലേ നമുക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ആ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതൊരു വലിയ തെറ്റാണ് ആ ഒരു റീസൺ എന്നുള്ളത് എവിടെയൊക്കെയോ
ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അത് ആരെങ്കിലും അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതൊരിക്കലും തെളിഞ്ഞു വരാതെ തന്നെ ഇരിക്കട്ടെ. ഇരു കുടുംബങ്ങളും സ്നേഹമായിട്ട് പോട്ടെ. എന്തൊക്കെയായിരുന്നാലും ഈ അൺമാസ്കിംഗ് വീഡിയോ പിൽക്കാലത്ത് ഒരു കുറ്റബോധത്തിന് കാരണമാകാതെ ഇരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് നേരെയുള്ള സൈബർ ബുള്ളിങ് കാരണം അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. എൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ചിന്തകളാണ് പറയുന്നത് കേട്ടോ. കാരണം ആ ഒരു കാര്യത്തിൽ അതിനവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വിവാഹത്തിന് മുന്നേ ഇവർ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് കേട്ടോ.